ഇടവേളകൾക്ക് ശേഷം മലയാള സിനിമയുടെ ആധിപത്യം മോഹൻലാൽ തിരിച്ചുപിടിച്ചിരിക്കുകയാണ്. തുടരും എന്ന സിനിമ നിയമക്കുരുക്കുകളിലൂടെ ശിക്ഷിക്കപ്പെടുന്ന ഒരു നിരപരാധിയുടെ ജീവിതമാണല്ലോ വരച്ചു കാട്ടുന്നത്. എന്നാൽ നിങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇങ്ങനെ ഒരു അവസ്ഥയിൽ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ പെട്ടുപോകുമോ എന്ന്? അങ്ങനെ ഒരു അവസ്ഥയിൽ പെട്ടുപോയാൽ നമ്മുടെ നിയമ സംവിധാനങ്ങൾക്ക് മുൻപിൽ എന്താണ് ചെയ്യാൻ കഴിയുക എന്ന്? വീഡിയോയുടെ തുടർന്നുള്ള ഭാഗം കാണുന്നതിന് മുൻപ് ഒരു കാര്യം, തുടരും എന്ന സിനിമ ഒരു അപൂർവ അനുഭവമാണ്. നിങ്ങൾ ആ ചിത്രം കാണാൻ ആഗ്രഹിക്കുന്നയാളാണ്, അത് ഇതുവരെ കണ്ടിട്ടില്ല എങ്കിൽ ഈ വീഡിയോ തുടർന്ന് കാണേണ്ടതില്ല. ഒരു സാധാരണ മനുഷ്യൻ്റെ തീവ്രമായ സ്നേഹവും നിസ്സഹായതയും കലുഷിതമായ പ്രതികാരത്തിൻ്റെ വഴിയും ഏറ്റവും ശക്തമായി അവതരിപ്പിക്കുന്ന സിനിമയാണത്. മോഹൻലാൽ എന്ന നടൻ തനിക്ക് കിട്ടിയ കഥാപാത്രത്തെ അഗ്നിയിൽ സ്ഫുടം ചെയ്ത് സിനിമാ പ്രേക്ഷകരുടെ ഹൃദയത്തിൽ പതിപ്പിച്ചിട്ടുണ്ട്. സിനിമയിൽ ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട് നിരപരാധിയായിട്ട് കൂടി അറസ്റ്റ് ചെയ്യപ്പെടുന്ന നായകനാണ് മോഹൻലാലിൻ്റെ ഷൺമുഖൻ. അങ്ങനെ നിരപരാധികളായ കുറ്റവാളികൾ അറസ്റ്റ് ചെയ്യപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്ത ചരിത്രമുണ്ട്. എന്നാൽ ഈ സിനിമയിലെ നായകന് ഒരു പ്രത്യേകതയുണ്ട്. അയാൾക്ക് നടന്ന കുറ്റകൃത്യത്തെപ്പറ്റി വ്യക്തമായ ധാരണയുണ്ട്. ആ കുറ്റകൃത്യം ചെയ്തവരെ അറിയുകയും ചെയ്യാം. ഈ ഒരവസരത്തിൽ ഇങ്ങനെ ഒരാൾ ശിക്ഷിക്കപ്പെടുമോ? ഇന്ത്യയിലെ നിലവിലുള്ള നിയമപ്രകാരം ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്താൽ 24 മണിക്കൂറിനകം തൊട്ടടുത്തുള്ള മജിസ്ട്രേറ്റ് കോടതി മുൻപാകെ ഹാജരാക്കണം. അതോടൊപ്പം പ്രതിയുടെ ബന്ധുവിനെ അല്ലെങ്കിൽ അയാൾ പറയുന്ന ഒരു സുഹൃത്തിനെ അറസ്റ്റ് ചെയ്ത വിവരം അറിയിക്കുകയും വൈദ്യപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് ഹാജരാക്കുകയും വേണം. പ്രതിക്ക് ധാരാളം അവകാശങ്ങളുള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. തൻ്റെ അറസ്റ്റിനെ പറ്റിയോ തനിക്കെതിരെ ആരോപിക്കപ്പെടുന്ന കുറ്റങ്ങളെപ്പറ്റിയോ എന്തെങ്കിലും പരാതി അയാൾക്കുണ്ടെങ്കിൽ അത് മജിസ്ട്രേറ്റിനെ രേഖാമൂലമോ അല്ലാതെയോ ബോധിപ്പിക്കാനുള്ള അവകാശവും ഈ പ്രതിക്കുണ്ട്. അങ്ങനെ പ്രതി രേഖാമൂലം നൽകുന്ന പരാതിയിൽ പ്രതിയുടെ വ്യക്തമായ മൊഴിയെടുക്കുക എന്നത് മജിസ്ട്രേറ്റിൻ്റെ ബാധ്യതയാണ്. ഈ ഒരു അവസരത്തിൽ തനിക്കറിയാവുന്ന കാര്യങ്ങൾ കൃത്യവും വ്യക്തവുമായി പ്രതി മജിസ്ട്രേറ്റിനോട് പറയുകയും താൻ നുണപരിശോധനയ്ക്ക് തയ്യാറാണ് എന്നുകൂടി പറയുകയുമാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? നിശ്ചയമായും കോടതി ആ പരാതിയിൽ ഒരു അന്വേഷണത്തിന് ഉത്തരവിടും. ഇങ്ങനെയൊക്കെ നടക്കുമോ എന്നാണ് നിങ്ങളുടെ സംശയമെങ്കിൽ ഒരു ചരിത്ര സംഭവം പറയാം. 1999 കഹ്ലാൻ വേഴ്സസ് റോഹൻ കേസ്. ഈ കേസിൽ റോഹൻ എന്ന ഒരാൾക്ക് മോഷണക്കുറ്റം ആരോപിക്കപ്പെട്ട് ജയിലിൽ കിടക്കേണ്ടി വന്നു. അയാളെ കോടതി മുൻപാകെ ഹാജരാക്കിയപ്പോൾ താൻ നിരപരാധിയാണെന്നും നുണപരിശോധനയ്ക്ക് തയ്യാറാണെന്നും പറയുകയും അതിൻ പ്രകാരം നുണപരിശോധന എന്നറിയപ്പെടുന്ന പോളിഗ്രാഫ് ടെസ്റ്റ് നടത്തുകയും അയാൾ നിരപരാധിയാണ് എന്ന് തെളിയുകയും ചെയ്തു. തുടർന്ന് ആ മനുഷ്യൻ കുറ്റവിമുക്തനായി. വിചാരണ പോലെയുള്ള കോടതിയുടെ നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപാണ് ഇങ്ങനെ സംഭവിച്ചത്. കേട്ടപ്പോൾ ഒരു കോരിത്തരിപ്പൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിലും സംഭവം നടന്നത് നമ്മുടെ ഇന്ത്യയിലല്ല, USA മിനിസോട്ടയിലാണ്. അതുകൊണ്ട് ഇന്ത്യയിൽ രക്ഷയില്ല എന്നല്ല. ഇതേ സാഹചര്യം ഇന്ത്യൻ കോടതികളിൽ ഉണ്ടായാലും പ്രതിക്ക് രക്ഷപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാകുമോ? ഉണ്ടാകുമെങ്കിലും മുൻപ് പറഞ്ഞ കേസിലെ പോലെ അത്ര എളുപ്പമായിരിക്കില്ല. അതിൻ്റെ കാരണം ഇന്ത്യയിൽ നുണപരിശോധന ഒരു തെളിവായി പരിഗണിക്കുകയില്ല എന്നതാണ്. തെളിയാത്ത കേസുകൾക്ക് തുമ്പുണ്ടാക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥന് വേണമെങ്കിൽ കോടതിയുടെയും പ്രതിയുടെയും അനുവാദത്തോടുകൂടി പരിശോധന നടത്താം. അങ്ങനെ നടത്തുന്ന പരിശോധനയിൽ തെളിയുന്നത് എന്തുതന്നെയായാലും കോടതി മുൻപാകെ ആ പരിശോധനാ ഫലം ഒരു തെളിവേ അല്ല. ഇനി സിനിമയിലേക്ക് വരികയാണെങ്കിൽ മോഹൻലാലിൻ്റെ കഥാപാത്രത്തിന് നടന്ന കൊലപാതകത്തെപ്പറ്റി വളരെ വ്യക്തമായ വിവരങ്ങൾ നൽകാൻ കഴിയും. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ആ കൊലപാതകത്തിൻ്റെ സാക്ഷിയാണ് അയാൾ. ഷൺമുഖൻ എന്ന കഥാപാത്രത്തെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ ആ സംഭവത്തിന് മീഡിയയുടെ ശക്തമായ ശ്രദ്ധയും ലഭിക്കുന്നുണ്ട്. പരിഷ്കരിച്ച നിയമങ്ങൾ പ്രകാരം CRPCക്ക് പകരം വന്ന ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയുടെ 232 സെക്ഷൻ തന്നെ പ്രതിക്ക് തനിക്ക് അനുകൂലമായിട്ടുള്ള തെളിവുകൾ സമർപ്പിച്ച് ഡിസ്ചാർജ് ആകാനുള്ള പ്രൊവിഷനാണ്. അപ്പോൾ പിന്നെ ഇത്ര വലിയ കൊലപാതകങ്ങളൊന്നും നടത്താതെ ഷൺമുഖന് രക്ഷപ്പെടാമായിരുന്നു. പക്ഷേ തൻ്റെ രക്ഷയേക്കാൾ പ്രതികാരദാഹമാണ് ആ കഥാപാത്രത്തെ മുന്നോട്ട് നയിക്കുന്നത് എന്ന് സിനിമയുടെ ഗതിയിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.